ഹലോ, എല്ലാവർക്കും നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും ഇന്നത്തെ വിശേഷത്തിലോട്ട് പോയാലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ വിക്രം ഒരാളെയും കൊണ്ടുവന്ന് ആ വീടൊന്ന് പുതുക്കി പണിയാനായിട്ട് ആ പത്തായപ്പുര നോക്കിയിട്ട് മാഷ് എന്ത് ചെയ്ത് സമ്മതിക്കുന്നില്ല. കാര്യം എൻ്റെ ഇളയ മകൻ തന്ന ഒരു സ്മാരക വസ്തുവായിട്ട് അതവിടെ വേണം എന്നാണ് മാഷിന് വാശിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിക്രം പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ, അച്ഛൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ മുമ്പിൽ വെച്ചിട്ട് മക്കളെ എന്ത് വേണമെങ്കിലും പറയാനുള്ള ഒരിതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം സങ്കടപ്പെട്ട് പോവാണ്. അപ്പോൾ വേദ അച്ഛനും അമ്മയും കൂടെ തീരുമാനിക്കുന്നുണ്ട്. വേദയുടെ കയ്യിൽ കുറച്ച് ക്യാഷുണ്ട്, അത് തരട്ടെ അച്ഛൻ ചോദിക്കുമ്പോൾ മാഷ് സമ്മതിച്ചില്ല. അതൊന്നും വേണ്ട പോലെ, കുറച്ച് കഴിയട്ടെ, നമുക്ക് ശരിയാക്കാമെന്നൊക്കെ മാഷ് വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഉച്ചയായപ്പോൾ വിക്രം വർക്ക്ഷോപ്പിൽ പോയി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജേട്ടനും നമ്മുടെ ജോസഫും അപ്പും ഒക്കെ പറയുന്നുണ്ട്, നീ ഇനി അത് ഓർത്ത് വിഷമിക്കേണ്ട, നമുക്കതൊക്കെ ശരിയാക്കാം. അച്ഛൻ കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇത്രയും നാൾ കഷ്ടപ്പെട്ട് അത് ഉണ്ടാക്കിയെടുത്തൊരു വീട് പെട്ടെന്ന് അത് കത്തിപ്പോകുമ്പോൾ ആർക്കായാലും ഒരു ദേഷ്യമൊക്കെ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ സമാധാനിപ്പിക്കുകയാണ് വിക്രമിനെ. അപ്പോൾ ഉച്ച നേരമായിട്ടും വിക്രമിനെ കാണാഞ്ഞിട്ട് കമല ഫോണിൽ വിളിക്കുകയാണ്. നീ എന്താണ് ഊണ് കഴിക്കാൻ വരാതെ? എനിക്ക് ഊണ് വേണ്ട, വിശപ്പില്ല എന്ന് വിക്രം പറഞ്ഞു. നീ ഒരു വശത്ത് അങ്ങനെ, അച്ഛനാണെങ്കിൽ വേറൊരു വശത്ത് ഇങ്ങനെ, രണ്ടുപേരും കൂടെ എന്നെ ഒന്ന് കൊന്നേക്കാവോ എന്നൊക്കെ പറഞ്ഞ് അമ്മ കരയാണ്. അപ്പോഴേക്കും വിക്രം ഫോൺ അങ്ങ് വയ്ക്കുകയാണ്. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് വേദ വിളിക്കുന്നുണ്ട്, വിക്രം ഫുഡ് കഴിക്കാൻ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എനിക്കെങ്ങും വേണ്ടെന്ന് പറഞ്ഞ് വിക്രം ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉച്ചത്തേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള എന്തോ മെഴുക്ക് പുരട്ടിയോ എന്തോ ഉണ്ടാക്കാനായിട്ട് വേദ കിച്ചണിലോട്ട് കയറണം. അപ്പോൾ നമ്മുടെ നന്ദിനി അതിൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ ഇടയാണ്. ഞങ്ങളുണ്ടായിക്കോളാം, നീ ചെല്ലെന്ന് പറഞ്ഞുകൊണ്ട് വേദന അടുക്കളയിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ കമല വന്നിട്ട് പറയും, നന്ദിനി നീ നിൻ്റെ കാര്യം നോക്കുക, അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ പോകുന്നുണ്ട്. ആ സമയത്ത് നന്ദിനി ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ശ്രീജ പറയാം, അപ്പോൾ ഇതേ നന്ദിനി പോയിട്ടുണ്ട്, ഇനി നിനക്ക് നിൻ്റെ രീതിക്ക് അനുസരിച്ച് നീ പെരുമാറിക്കോ വേദയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എവിടെ പോകാനാതെ, ഇപ്പം ചെന്ന് നോക്കിയാൽ കതവിൻ്റെ ഇടയിൽ ഒളിച്ച് നിൽക്കിയിരിക്കും എന്ന് പറഞ്ഞ് ചെന്ന് നോക്കണതും നന്ദിനി ആ പറഞ്ഞ കണക്കിന് ഒളിച്ച് നിൽക്കിയിരുന്നു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിന്നെ വിക്രമിന് ചോറുമായിട്ട് നമ്മുടെ വേദ വർക്ക്ഷോപ്പിലോട്ട് നേരിട്ട് വരികയാണ്. ആ സമയത്ത് രാജേട്ടനും ജോസഫും അപ്പും ഒക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിക്രമിൻ്റെ കയ്യും കഴുകിയിട്ട് വാ നമുക്ക് ഒരുമിച്ച് പോയി കഴിക്കാടാ, എനിക്ക് വേണ്ട, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് വിക്രം അവിടെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഓട്ടോറിക്ഷയിൽ വേദ ഫുഡുമായിട്ട് വരുന്നത്. അപ്പോൾ വേദ അവരോടൊക്കെ പറയുന്നുണ്ട്, ഇത്രയും നേരം കാത്തിരുന്ന് കാണാമെന്നുണ്ട്, ഞാൻ ഫുഡിങ് എടുത്തുകൊണ്ട് വന്നതാണ്, അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ ശരി പൊക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോസഫ് പറയുന്നുണ്ട്, ഓ പ്രൈവസി ഞങ്ങളങ്ങ് പോയേക്കുക എന്ന് പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ട് പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നീ എന്തിനാണ് ഇപ്പോൾ ഫുഡും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? അത് വിക്രമിനെ കാണാത്തതുകൊണ്ട് എന്തിനാ ഫുഡിനോട് വാശിയൊന്നും വെക്കേണ്ട, മര്യാദയ്ക്ക് കൈ കഴുകിയിട്ട് വാ. എന്നിട്ട് വേദ ഫുഡ് കഴിക്കാനായിട്ട് വിക്രമിനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് വിക്രം അതും ഇതുമൊക്കെ പറയുന്നുണ്ട്, എനിക്ക് ഫുഡ് വേണ്ട, വിശക്കുന്നില്ല, നീ ഇതും കൊണ്ട് തിരിച്ചു പോക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഫുഡും കൊണ്ട് വന്നേയില്ലേ, വിക്രം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ച് ഫുഡൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയായപ്പോൾ വിക്രം ആ കത്തി നശിച്ച പത്തായപ്പുര പോയി ഒന്ന് കർട്ടനൊക്കെ അടിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കണം. അതിൻ്റെ പുറകെ വേദയും കൂടെ പോയിട്ട് എല്ലാം നന്നായിട്ട് പിറക്കി കളഞ്ഞ് എല്ലാം തൂത്തൊക്കെ ഇറക്കി തുടച്ച് വൃത്തിയാക്കി എല്ലാം ക്ലീൻ ചെയ്ത് അവർ അത്യാവശ്യം കിടക്കാനുള്ള സെറ്റപ്പ് ആക്കി. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പണിയേണ്ട, നീ പൊക്കോ, നീ അകത്തുപോയി കിടന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? അപ്പോൾ ഈ വീട് ഇവിടെ ഉള്ളവർക്ക് വേണ്ടാതെ ഇട്ടേക്കണെയാണ്, ഞാനത് വൃത്തിയാക്കിക്കോളാം. ആ വേണ്ടാതെ ഇട്ടേക്കുന്ന കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ടല്ലോ, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഒരാളാണല്ലോ, അപ്പോൾ എനിക്കങ്ങനെ കളയാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് വേദയും കൂടെ നിന്ന് എല്ലാം വൃത്തിയാക്കി. അപ്പോൾ വിക്രം ഇതൊക്കെ നോക്കി ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ശ്രീജയും വിഷുവും കൂടെ വിക്രമിനെ വേദനെ നോക്കി വന്നപ്പോൾ അവരിവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇവിടെ ക്ലീൻ ചെയ്തത്? നിങ്ങൾക്ക് നമ്മുടെ റൂം തന്നിട്ടില്ല, അങ്ങോട്ട് പോയി കിടക്കുക, എന്തിനാണ് വിക്രം വാശി പിടിക്കുന്നതെന്ന് ചോദിച്ച് വിശ്വം വഴക്ക് പറയുന്നുണ്ട്. എൻ്റെ വിശ്വം ഒരു കിറ്റ് വിക്രമിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്, ഇത് നിനക്ക് കുറച്ച് ഷർട്ടും ജീൻസും ഒക്കെ ഞാൻ മേടിച്ചതാണ്, നിനക്ക് ഇടാൻ നല്ലതിനി ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഞാൻ മേടിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് വിക്രം എന്തോ പോലെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. എൻ്റെ വിശ്വം ശ്രീജയും നമ്മുടെ നന്ദിനിയും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതായത് പണ്ട് ഓണക്കോടിയൊക്കെ എടുക്കും, ഓണക്കോടി എടുക്കുമ്പോൾ വിശ്വം ഒരിക്കലും വിക്രത്തിന് ആ ഡ്രസ്സ് കൊടുക്കാനായിട്ട് സമ്മതിക്കില്ല. അച്ഛൻ്റെ അടുത്ത് പറയാം, അത് അവൻ്റേത് കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാന്ന്. അപ്പോൾ എല്ലാ ഓണത്തിനും വിശ്വമാണ് കൊടുക്കുന്നത്. ഒരു ഓണത്തിന് വിക്രം അത് മനസ്സിലാക്കി, ഇതെല്ലാം അച്ഛൻ മേടിക്കുന്ന ഡ്രസ്സാണെന്ന്. പക്ഷേ എങ്കിലും അവൻ വിശ്വത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഏട്ടൻ തന്നാൽ മതി, അച്ഛൻ വാങ്ങി തരണ്ടെന്ന് പറഞ്ഞു.
ഉണ്ട്. വിശ്വം തന്നെ ആ ഓണക്കോടി അന്നും കൊടുത്തു. പക്ഷെ അവൻ എന്നിട്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട്. എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോടാ വിക്രമാന്ന് ഇങ്ങനെ വിശ്വം ചോദിക്കുകയാണ്. അത് കേൾക്കണത് വിക്രം അങ്ങ് പൊട്ടിപ്പോവാണ്. ഓടി വന്ന് വിശ്വത്തിനെ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം സങ്കടപ്പെടണം. എടാ നിനക്ക് ഇവിടെ ആരും ഇല്ല എന്നുള്ള ഒരു വിചാരമൊന്നും വേണ്ട. നിന്നെ സ്നേഹിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട്. അച്ഛൻ പറയുന്ന ഓർത്ത് നീ വിഷമിക്കേണ്ട. അച്ഛൻ്റെ സങ്കടങ്ങൾ കൊണ്ട് പറയുന്നതല്ലേ, അതൊന്നും നീ മനസ്സിൽ വെക്കണ്ട എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും വന്ന് അകത്ത് കിടക്കാനായിട്ട് പറഞ്ഞിട്ട് വിശ്വവും ശ്രീജയും പോവാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ വേദയ്ക്കും ഒരു സങ്കടം. എന്നിട്ട് വേദ വന്നിട്ട് പറയുന്നുണ്ട്, വിക്രം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി, ഈ വീട്ടിൽ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളതൊന്നും കണ്ടില്ല എന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണ്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ കയ്യിൽ നിന്ന് ആ വിശ്വം കൊടുത്ത കിറ്റ് മേടിച്ചിട്ട് ഇങ്ങനെ എടുക്കുക, ഞാൻ എല്ലാം എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അത് അകത്തേക്കൊക്കെ എടുത്ത് വെക്കുന്ന ഒരു സീനാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പവിത്രം സീരിയലിൽ ഏകദേശം ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതായത് നമ്മുടെ വിക്രം അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ കൂടിയും ആ പത്തായപുരയിൽ തന്നെ വിക്രമും നമ്മുടെ വേദയും കിടക്കുകയാണ്. വേദേനെ കുറേ നിർബന്ധിച്ചു വിക്രം പോയി കിടക്കാൻ വേണ്ടിയിട്ട്, അകത്ത് പോയി കിടന്നു, നീ ഇവിടെ കിടക്കണ്ട എന്നൊക്കെ. പക്ഷേ വേദ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. അപ്പോൾ ആ വിക്രമിനോടുള്ള കാരണം വെച്ചാൽ ഇതിനപ്പുറം കാട്ടിലാണെങ്കിൽ നമ്മൾ കഴിഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ ഇനി ഇവിടെ എന്താ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് വേദയും വിക്രമിൻ്റെ ഒപ്പം തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ സീരിയലിൽ ഇനി എന്തൊക്കെ ട്വിസ്റ്റാണ് വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ രാജേട്ടനും നമ്മുടെ പിന്നെ ജോസഫൊക്കെ ഒരു കാര്യം വിക്രമിനോട് വർക്ക്ഷോപ്പിൽ ഇരുന്നപ്പോൾ പറഞ്ഞു കൊടുത്തു, നീ ആ ഗോഡൗൺ പോയി കത്തിച്ചതാണ് ഇന്നിപ്പോൾ നിൻ്റെ വീട്ടിൽ ആ ഒരു ഭാഗം വാസവൻ കത്തിക്കാൻ കാര്യം. അപ്പോൾ ജോസഫ് പറഞ്ഞു, നമുക്കത് ഒരിക്കലും കത്തിക്കാനായിട്ട് ശ്രമിക്കേണ്ടായിരുന്നു, കാര്യം നമുക്കത് പോലീസിനെ അറിയിച്ചാൽ മതിയായിരുന്നു, നീ പെട്ടെന്ന് അത് ചാടി പിടിച്ച് കത്തിച്ചതാണ് ഒരു വിനയായത്. അപ്പോൾ നമ്മുടെ രാജേട്ടൻ പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ വാസവനുണ്ട് എന്നുള്ള കാര്യം ശ്രീനി സാറിന് യഥാർത്ഥത്തിൽ അറിയാമായിരുന്നു, അതോ അറിഞ്ഞിട്ട് നമ്മളടുത്ത് പറയാതിരുന്നതാണോ? അപ്പോൾ ജോസഫ് പറയുന്നുണ്ട്, ചില സന്ദർഭങ്ങളിൽ അങ്ങനെയാണ്, നമ്മൾ കണ്ടിട്ടില്ലേ സിനിമകളിലും മറ്റുമൊക്കെ പൊളിറ്റിക്കൽ ലെവലിൽ അവരെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഗുണ്ടകൾ ഇറക്കും. ആ ഗുണ്ടകൾ അതിനിടയിൽപ്പെട്ട് വെടികൊണ്ടും മറ്റും മരിക്കുമ്പോൾ കാണികൾക്ക് ചിരി. അത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ഇനി എടുത്തു ചാടി എന്തെങ്കിലും പറയുമ്പോൾ ഓടി തന്നെ പോയി ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം നോക്കി മനസ്സിലാക്കി എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്താൽ മതിയെന്ന് നമ്മുടെ ജോസഫും രാജേട്ടനും ഒക്കെ വിക്രമിന് ഉപദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വിക്രമും പറയുന്നുണ്ട്, അതെ ഇനി എല്ലാം നോക്കിയേ ചെയ്യുന്നുള്ളൂ, എടുത്ത് ചാടിപ്പോയുള്ള ഈ ചെയ്യക്കൊക്കെ ഇനി പതിയെ നിർത്തണം. കാര്യം കുറേയൊക്കെ നമ്മുടെ വിക്രമിന് മനസ്സിലായി വരുന്നുണ്ട് വേദ പറയുന്നതിന്. കാര്യം നമ്മുടെ ജീവിതം നമ്മൾ ഇങ്ങനെ കാര്യം നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് സമൂഹത്തിൽ മറ്റുള്ളവരൊക്കെ നോക്കുമ്പോൾ അതൊരു ശരിയായ രീതിയല്ല. നിയമത്തെ കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ലല്ലോ. നിയമപരമായി തെറ്റുണ്ടെങ്കിൽ നിയമപരമായ ശിക്ഷ കൊടുക്കുക, അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ വിക്രമിൻ്റെയും മനസ്സിൽ ഓരോ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇനി വരും എപ്പിസോഡുകളിൽ നമുക്ക് എന്തൊക്കെ ട്വിസ്റ്റാണ് നമ്മുടെ പവിത്രം സീരിയലിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. വേദയുടെയും വിക്രമിൻ്റെയും ജീവിതത്തിൽ ഒരു കുടുംബ ജീവിതം അവർ ഇനി എന്ന് തൊട്ടാണ് നയിക്കുന്നതെന്നും ഈ വാസവൻ്റെ ഗുണ്ട വിളയാട്ടം ഇനി നിൽക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങളുടെ മുന്നിൽ പ്രൊമോ വീഡിയോയുമായി ഞാനുണ്ടാകും. നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതിനോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.